ഈ ചെറുപ്പത്തിൽ ധാരാളം ഈ മറ്റ് കഥകൾ വായിക്കുമായിരുന്നു. അമ്മയ്ക്ക് വായന അറിയില്ലെങ്കിലും പഴയ തച്ചോളി പാട്ടൊക്കെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. അങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് പാടിത്തരുമായിരുന്നു. എന്നാൽ ഞാൻ വായന പഠിച്ചതിന് ശേഷം രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം അങ്ങനെയൊക്കെയുള്ളത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ വായനയിലൂടെ അന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ടാകും. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. ഒരു സന്യാസ ജീവിതത്തിൻ്റെ ചില അംശങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാനിടയുണ്ടാവും. അതുകൊണ്ടായിരിക്കാം വലിയ മറ്റു മോഹങ്ങൾ അധികം ഇല്ലാതെ വരുന്നത്. വലിയ കർക്കശക്കാരൻ എന്നൊരു പേരുണ്ടത്. അല്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അപ്പൊ എന്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് സ്കൂൾ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ നാടകങ്ങളിൽ വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. ആണോ? UP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോടൊരു മാഷ് പറഞ്ഞു കഥാപ്രസംഗം നടത്തണം. അങ്ങനെ ഞാനൊരു കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ പാടണ്ടേ? പാടണം, പാട്ടൊക്കെ പാടും. പിന്നെ നമുക്കൊരു പാട്ട് പാടണേ. പിന്നെ അത് ഇരിക്കട്ടെ. അതെ അതെ. ജാലവിദ്യ, മാജിക്. അതായത് ഒരു നൂലിന്മേലൊരു ചോക്ക് കിട്ടും. ചോക്കല്ലേ എഴുതുന്നത്? ആ ചോക്ക് കെട്ടിയിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ നൂലങ്ങോട്ട് കത്തിക്കും. കത്തിയാലും ചോക്ക് വീഴില്ല. അപ്പൊ അതിന്റെ വിദ്യ എന്താന്ന് പറഞ്ഞാൽ ഈ നൂല് പലവട്ടം ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കുക. അങ്ങനെ ഉണക്കിയെടുത്തിട്ട് കത്തിച്ചാൽ ആ ചാരം അങ്ങനെ തന്നെ നിൽക്കും, വീണുപോകാതെ, ചോക്ക് വീണുപോകാതെ നിൽക്കും. ഇതാണ് ഒരു ജാലവിദ്യ. മറ്റേ ഒരു കഥാപ്രസംഗം ഞാൻ നടത്തിയിരുന്നു. ഒരു വലിയ ആൽമരത്തിൻ്റെ താഴെ ഒരാൾ കിടന്ന് ഉറങ്ങുന്ന, അദ്ദേഹത്തിൻ്റെ തലയിൽ നെറ്റിയിലൊരു ചെറിയ അതിൻ്റെ കായ വന്ന് വീഴുന്നു. അപ്പോൾ ഈ കായല്ല തെങ്ങിൻ്റെ തേങ്ങ പോലത്താണെങ്കിൽ എൻ്റെ കഥ എന്താകുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രത്യേകത കാണിക്കുന്ന ഒരു കഥയായിരുന്നു. ഓക്കെ. അപ്പം നമുക്ക് പാട്ട് ഇപ്പം വേണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടാകാം അല്ലേ? എപ്പോഴെങ്കിലും ഒരു എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും അങ്ങ് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുത്തിക്കുറിക്കാന്ന് ചോദിക്കുന്നത് ശരിയല്ല, അങ്ങനെ എന്തെങ്കിലും അങ്ങ് എഴുതിയിട്ടുണ്ടോ? എഴുത്ത് വിശദമായിട്ട് എഴുതിയിട്ടില്ല, പക്ഷെ പിന്നീടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ പല കാര്യങ്ങളും എഴുതേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ ഒരു ആത്മകഥ അങ്ങനെ എന്തെങ്കിലും എഴുതണമെന്നൊരു ആഗ്രഹമുണ്ടോ? അതൊന്നും ഇതിൻ്റെ ഇടക്ക് അതിനെപ്പറ്റി ഒരു ആലോചനയും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ ചിലരൊക്കെ അതിനു വേണ്ടി ഒരു ശ്രമം ആരംഭിച്ചിട്ടുമുണ്ട്, പക്ഷെ അതൊന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ല. എൻ്റെ വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ടെന്ന് എനിക്കറിയാം. തിരക്കുകൾക്കിടയിൽ അങ്ങേക്ക് വായിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ വായനക്കൊക്കെ വല്ലാത്ത സമയം കുറയാണ്. മറ്റ് വായന എനിക്കൊരു നല്ല രസമായിരുന്നു, നല്ല രീതിയിൽ വായിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ വായിക്കാൻ അധിക സമയം കിട്ടുന്നില്ല. അപ്പം അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളുണ്ടാവും. അത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാമോ? അതിൽ ഞാൻ വായിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്ന് ടോൾസ്റ്റോയുടെ അന്നാ കരീന തന്നെയാണ്. വലിയ ഹൃദയത്തെ ഏറ്റവും അധികം ബന്ധിപ്പിക്കുന്ന, മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണെന്ന് പറയാം. പിന്നെ വിക്ടർ ഹ്യൂഗോൻ്റെ കഥയും പാവങ്ങൾ, അത് വളരെയധികം വലിയ തോതിൽ നമ്മളെ ജീവിതത്തെ രൂപപ്പെടുത്താൻ തന്നെ സഹായിക്കുന്ന ഒന്നായിരുന്നു. നമ്മളെ നാട്ടിലെടുത്താൽ തകഴിയുടെ കയർ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു ചിത്രീകരണമായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ആ കാലത്ത് നല്ലോണം വായിക്കാൻ പറ്റിയിരുന്നു. കവിതകളും വായിക്കുക. ഇതെല്ലാം ഒരു പുതിയ അറിവാണ് ആൾക്കാർക്ക്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.